വയനാട് അമ്പലവയലിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ ഗൃഹനാഥനും മകനും പീഡിപ്പിച്ചുവെന്നാണ് പരാതി. അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മോള് ഒരു വീട്ടിൽ നിക്കലായിരുന്നു. ഓളെ പരിചയമുള്ള ഒരു ചേച്ചീന്റെ വീട്ടിലായിരുന്നു നിക്കല്. ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അവള് നിന്നോണ്ടിരുന്നത്. ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു. ഒരു കുഴപ്പമില്ലാണ്ട് പോയത്. ഒരു 5 മാസമായിട്ടുള്ളൂ. ഇപ്പോ സഡൻലി ഇന്നലെ ഉണ്ട് സാറെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങള് മോള് മിസ്സിംഗ് ആണ്, പിന്നെ ഒളിച്ചോടി പോയതാണ്, ഏതോ ചെക്കനായിട്ട് ബന്ധമുണ്ട്, മോശം പെണ്ണാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു രാത്രി ഒരു പെണ്ണ് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി ഒരു സ്റ്റേഷനിൽ കയറി ചെയ്ത് പോയിട്ട് ഇവരൊക്കെ അതിന് തെളിവുണ്ടാക്കി കൊടുക്കണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്നാ ഇവരെ വിളിച്ചിട്ട് അവരെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചു പോലും ഇല്ല. കുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്താ സംഭവം എന്നുള്ള പോലും ചോദിച്ചിട്ടില്ല. അവര് സ്റ്റേഷനിൽ പോയപ്പോ കേസ് പറഞ്ഞ സാധനം അവരെടുത്തിട്ടില്ല. കാളിദാസൻ ദേവത്വമുണ്ട് വയനാട്ടിൽ നിന്ന്. കാളിദാസൻ, വിവരങ്ങൾ. ഉന്മേഷ്, വയനാട് അമ്പലവയലിലാണ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായെന്നുള്ള ഒരു പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ ഗൃഹനാഥനും മകനും പീഡിപ്പിച്ചു എന്നാണ് യുവതിയും കുടുംബത്തിന്റെയും പരാതിയുള്ളത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ആ ജോലി ചെയ്തിരുന്ന ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. എന്നാൽ പോലീസ് കൂടുതൽ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് അവർ ആ തലേദിവസം ഇന്നലെ രാത്രി തന്നെ ഈ യുവതിയെ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വനിതാ ഉദ്യോഗസ്ഥ ഇല്ലാത്തതിനാൽ പെട്ടെന്ന് തന്നെ സ്നേഹിതയിലേക്ക്, അഭയ കേന്ദ്രത്തിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. പിന്നീട് ഇന്നത്തോടെ മൊഴിയെടുപ്പിനായി പെൺകുട്ടിയെ വിളിപ്പിച്ചിരുന്നു, കുടുംബത്തെയും അടക്കം വിളിപ്പിച്ചിരുന്നു. എന്നാൽ ആ മൊഴിയെടുപ്പിന്റെ ഇടയ്ക്ക് കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ കൈനാട്ടിയിലെ ആശുപത്രിയിലാണ് കുട്ടിയുള്ളത്. പോലീസിന് നേരെയും വലിയ രീതിയിലുള്ള ആരോപണം വരുത്തുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കാളിദാസൻ ദേവദത്തമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.